ഭയം ഭക്തി ബഹുമാനം. ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് ഈ സിനിമയിൽ ദിലീപ് പ്രധാന കഥാപാത്രം, മോഹൻലാൽ എക്സ്റ്റൻഡഡ് ക്യാമിയോ റോള്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ പിന്നെ പടങ്ങളിൽ 99.9% ബോംബാണ്. വളരെ അപൂർവം എന്തെങ്കിലും കളക്ഷൻ കിട്ടത്തുള്ളൂ. ബാക്കി ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ താരമൂല്യമുള്ളൊരു നടൻ, ദിലീപിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ നോക്കണ്ട. ഇതിനകത്ത് ഇന്നായി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ബിസിനസ് നോക്കിയായിരിക്കും ഗോകുലഗോപാലിന്റെ ഉള്ള എല്ലാ പടത്തിലും മോഹൻലാലിന്റെ ക്യാമിയോ, കത്തനാറിനകത്ത് ക്യാമിയോ ഉണ്ട്, ഒറ്റക്കൊമ്പനകത്തുണ്ടെന്ന് പറയുന്നു, ഗോകുലഗോപാലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനകത്ത് എല്ലാം ക്യാമിയോ ഉണ്ട്. എനിക്കൊന്ന് ലാലേട്ടൻ ഈ പരിപാടി അങ്ങ് നിർത്തുക. എക്സ്റ്റൻഡഡ് ക്യാമിയോ അല്ലെങ്കിൽ ക്യാമിയോ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിന്റെ ഏറ്റവും വലിയ നാണക്കേടുണ്ടായത് ബബ്ബയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 45 കോടിക്ക് അടുത്തങ്ങാണ്ടേ ഉള്ളൂ. 45 കോടി, 50 കോടി എത്തിയിട്ടില്ല. 45 കോടി ഒഫീഷ്യലി 45 കോടിക്ക് അടുത്തേ ഉള്ളൂ കളക്ഷൻ. 45-50 കോടി ചെലവായൊരു സിനിമയാണ്. ഇത്രയും താരങ്ങളുണ്ടായി. മോഹൻലാൽ വന്നത് മാത്രമാണ് അതിനകത്ത് താരമൂല്യം ഉണ്ടായിട്ടും ഇത്രയും സാധിച്ചില്ല. ഇതിനേക്കാട്ടിൽ ഏറ്റവും നാണക്കേടായിട്ട് എനിക്ക് തോന്നിയതിൻ്റെ OTT വിറ്റുപോയത്. ഇതിൽ ഭേദം OTT പോകാതിരുന്നാൽ OTT പോയില്ലെന്ന് നമുക്ക് പറയാം. OTT വിറ്റുപോയ തുകയെന്ന് പറയുന്നത് 5 കോടി താഴെ, 4 കോടി 80 ലക്ഷം എന്നൊക്കെ പറയുന്നു. ഇതെനിക്ക് തോന്നുന്നു മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലും അല്ലെങ്കിൽ ഇവർ സൂപ്പർ താരങ്ങളിൽ ഏറ്റവും കുറവ് OTT പോയൊരു സിനിമ ബബ്ബയായിരിക്കും. അത്രയ്ക്ക് നാണക്കേട് ഉണ്ടാക്കിയ ഒരു OTT തുകയാണിത്. കാരണം ഈ വിറ്റ് പോകാത്തിനെ കൂടുതൽ എന്തെങ്കിലും കിട്ടുന്നത് നല്ലെന്ന് പറഞ്ഞാലും ഈ ഒരു തുകയെന്ന് പറയുന്നത് വളരെ നാണം കെടുത്തുന്ന, മോഹൻലാലിനെ പോലൊരു സൂപ്പർ താരത്തിനെ നാണം കെടുത്തുന്ന ഒരു തുകയാണ്. എന്തായാലും ഇത്രയും നാണക്കേട്, കനത്ത പരാജയമാണ് ബബ്ബ ഒരുക്കി വെച്ചേക്കുന്നത്. എന്തായാലും ഇത് ജനുവരി 16 C5-ൽ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി അവിടെ വരുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. എന്തായാലും മോഹൻലാൽ പരമാവധി, ലാലേട്ടൻ പരമാവധി ഈ ക്യാമിയോ റോളുകൾ നിർത്തി, ഗോകുലഗോപാലിൻ്റെ ഒരു സ്വന്തം പ്രേക്ഷകർ നായകനായിട്ട് തന്നെ അഭിനയിച്ചു, കുഴപ്പമില്ല. പക്ഷേ ക്യാമിയോ റോൾ നിർത്തണം എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഈ വീഡിയോയ്ക്കകത്തൂടെ പറയാനുള്ളത്.